അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനത്തിന്റെ 29ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ലഭിച്ചിരിക്കുന്ന ചോദ്യം ദഫ്കളി രംഗത്തെ ചില മൂല്യച്യുതികളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. വിധിയുടെ കാര്യത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിധികർത്താക്കളുടെയും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നു. അത് കാരണം ആ വിധികർത്താവിനെ വേദികളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഒറ്റയായും കൂട്ടമായി നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അഭിപ്രായം അറിയിച്ചാലും എന്നതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, ഇത് ഒരു വിശാലമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ അറിയുന്ന ഒരാളുടെ ചോദ്യമാണ്. സത്യത്തിൽ ഒരു വിധി നിർണ്ണയിക്കുന്ന വിധികർത്താവ് എന്ന് പറഞ്ഞാൽ അവന്റെ വിധിയെ ഒരു ഏറി വന്നാൽ പരമാവധി 2-3 ടീമുകൾ ഇഷ്ടപ്പെടും, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ 3 സ്ഥാനത്ത് വരാത്ത ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു ടീമിന് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ, ഫസ്റ്റ് കിട്ടിയ ടീമിന് മാത്രം. നമുക്കറിയാം, ഈ ഒരു വിധികർത്താവ് എന്ന് പറയുന്നത് അവന്റെ കലാജീവിതത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കിയെടുത്ത ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ, അവന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അവൻ പുറപ്പെടുവിക്കുന്ന സത്യമായ വിധിയാണ്. ഇതെല്ലാം വിധികർത്താക്കളും ബോധ്യവാന്മാരാണ്. എന്നിട്ട് ഇത് മൂപ്പര് അവരുടെ ആളാണ്, മറ്റേ മാഷ് ഇവരുടെ ആളാണ്, മറ്റേ സാർ ഇവരുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘാടകരെ ആകെ പ്രയാസത്തിലാക്കുന്ന രീതിയിലുള്ള ഈ പല പ്രവർത്തനങ്ങളും കണ്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഈ കലയിലെ ഏറ്റവും വലിയ അഴുക്കെന്ന് പറയുന്നത് ഇതിന് പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഈ പണിയെടുക്കുന്ന ആളുകളാണ്. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. വിധി നിർണ്ണയത്തിന് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന ഈ പരിപാടിയിൽ ആരെങ്കിലും സത്യത്തിന് വിരുദ്ധമായി പേന ചലിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരാളും വിശ്വസിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഓടുന്നവർ ഇവിടെ നിന്ന് കളിക്കും അവിടെ നിന്ന് കളിക്കും അങ്ങനെ മണ്ടിപ്പായുന്നതിന്റെ ഇടയിൽ ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ് ഞങ്ങൾക്കെതിരാണ് അവർ, ഞങ്ങൾക്കെതിരാണ്. ഇതാണ് സംഭവം നടക്കുന്നത്. സത്യത്തിൽ ഒരു വിധികർത്താവും പാർഷ്വാലിറ്റി കാണിച്ചുകൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദഫ്കളി രംഗത്ത് അവിടുത്തെ കാര്യം ഞാൻ പറയുന്നത്. മറ്റ് സ്കൂൾ കലോത്സവങ്ങളുടെ കാര്യത്തിൽ എനിക്കറിയില്ല, ഞാൻ പോകാറുണ്ടായിരുന്നു. പക്ഷേ ചില മാപ്പിള കലകളുടെ വേദിയിൽ പിന്നെ മറ്റു പല കലകളും കടന്നു വന്ന് അതിനും കൂടി ജഡ്ജ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ ഈ തലപ്പാവൊക്കെ ധരിച്ചുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് കലോത്സവം ഒരിക്കൽ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ദഫ്മുട്ടും അറവനെയും കോൽക്കളിക്ക് വന്ന് പോയി നേരെ പിന്നെ വരുന്നത് ഒപ്പനയാണ്. ഒപ്പനയിരിക്കും ഞാൻ ഈ തലപ്പാവ് ധരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചില ഓഡിയൻസിൽ നിന്ന് തന്നെ ചില ആളുകൾ എന്നോട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വേദി മുടക്കലുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഇതിന്റെ ഈ വിധികർത്താക്കളെ നിയമിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അധികാരവും സംഘാടകർക്കാണ്. ഈ സംഘാടകരുടെ അധികാരത്തിൽ കൈയിട്ട് വാരാൻ ഒരു ടീമിനെയും അനുവദിക്കുന്നത് അത് അവരുടെ പണിയല്ല, അത് നിങ്ങളുടെ അധികാരമാണ്, ജോലിയാണ്. അതിന് അറിവുള്ള കഴിവുള്ള ഒരാളെ നിങ്ങൾ നിയമിച്ചാൽ അതിന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വന്ന് കളിക്കാമെന്ന് പറയാനുള്ള ആർജവം സംഘാടകർ കാണിക്കണം. പലയിടത്തും കാണിച്ചിട്ടുണ്ട്. പല സംഘാടകരും അങ്ങനെ പറഞ്ഞുകൊണ്ട് ടീമുകൾ നിങ്ങളുടെ പണി നിങ്ങൾ നോക്കി, ഞങ്ങളുടെ മത്സരത്തിൽ ആരാണ് ഞങ്ങൾ ഇരുത്തുന്നത് ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് നട്ടലോടുകൂടി പറഞ്ഞ സംഘാടകരുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്കറിയാം ഒരുപാട് സംഘാടകരുണ്ട്, പലരും കാരണം എന്താ, ഈ ടീമുകൾ ഇങ്ങനെ വിളിച്ചു വരും, അവരെ പറ്റില്ല ഇവനെ പറ്റില്ല മറ്റേ പറ്റില്ല, അവസാനം പറ്റുന്ന ആരും കേരളത്തിൽ വിധികർത്താവാക്കാൻ പറ്റുന്ന ആരും ഉണ്ടാവില്ല. ഇതാണ് അവസ്ഥ. ഈ ഒരു സന്തോഷമാമാങ്കമായിട്ട് ഒരു ഇസ്ലാമികമായിട്ട് മനോഹരമായ വേദി നാട്ടിലൊരുക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിട്ടുള്ള ഈ ചെറുപ്പക്കാരുടെ പ്രവർത്തനത്തിന് തടസ്സം നിന്നുകൊണ്ട് അവരിതിലേക്ക് പ്രവർത്തിക്കുക, അവരിങ്ങനെ ഒരു പരിപാടി വെക്കാത്ത രീതിയിലേക്ക് അവരുടെ മനസ്സിനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ടീമുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പഠിച്ച് സംസാരിക്കുന്ന വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ അധികാരത്തിൽ ഒരു കാരണവശാലും ടീമുകളെ കൈയിട്ട് അതിൽ അധികാരം ചെലുത്താൻ അനുവദിക്കരുത് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. അത് അവരുടെ പണിയല്ല. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രവണത വന്നിട്ടുണ്ട്. ഞാൻ പലരും എന്നോട് ആക്ഷേപം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ നിങ്ങൾ ഈ വിഷയം കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന്. ദഫ്കളി ടീമുകളുടെ സംഘടന വിധികർത്താക്കളെ കൂടി മത്സര സൈറ്റുകളിൽ ഇരുത്തുന്ന ഉത്തരവാദിത്തം ഏൽക്കുക. അത് ഞങ്ങൾ ഇരുത്തിക്കോളാം. അതാരാ ടീമുകളുടെ സംഘടന. അപ്പൊ ഞാൻ DBA മണ്ണാർക്കാട്, ദഫ് ബോയ്സ് മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരു പാലക്കാട് ജില്ലയിൽ ദഫ് കളി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണത്. ഞങ്ങൾ ഇവിടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയും DVMന്റെ ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ ഒരാളും വിധികർത്താക്കളെ നിയമിക്കാൻ ഒരു സംഘടകരോടും ബന്ധപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ പണിയല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല, തെറ്റാണത്. അത് ഓരോ കമ്മിറ്റികളുടെ അധികാരമാണ്. ഓരോ കമ്മിറ്റി ഭാരവാഹികൾ അത് അവരുടെ ആ സംഘാടകരുടെ അധികാരമാണ്. നമുക്കതിലത് ആവശ്യം, അത് അവര് പറ്റുന്ന ആൾ അവരെ ഇരുത്തും, നമ്മുടെ ടീമുകൾ പോയി കളിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദഫിന്റെ സംഘടനകൾ ഒരിക്കലും വിധികർത്താക്കളെ ഇരുത്താനുള്ള ആ പണി ഏൽക്കരുത്, ഒരു സംഘാടകരും അതിനെ അനുവദിക്കുകയും ചെയ്യരുത്. ടീമുകളുടെ സംഘടനകൾക്ക് എന്താണ് ഇതിന്റെ അധികാരം? ഇപ്പൊ ടീമോ അവരെന്നെ കളിക്കുകയും ചെയ്യുക, അവരെന്നെ വിധി ചെയ്ത് അവരെന്നെ പ്രൈസ് അടിച്ചു കൊടുക്കും. പിന്നെ നിങ്ങളെന്താ സംഘാടകർക്ക് എന്താ പിന്നെ അവിടെ പണി? അത് ചെയ്യരുത്, അതിൽ അനുവദിക്കരുത്. ഈ രംഗത്ത് വന്നിട്ടുള്ള ചില മാഫിയ സംഘങ്ങളായിട്ട് വേണം ഇവരെ മനസ്സിലാക്കാൻ. ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല. ആ നാട്ടിലെ കലാകാരന്മാരായ പ്രവർത്തകരുടെ അധികാരമാണത്. അതിൽ കൈയിട്ട് മാന്താൻ കേരളത്തിലെ ഒരു കലാകാരന്മാരെയും അനുവദിക്കരുത്. പ്രിയപ്പെട്ട കലാകാരന്മാർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടിരിക്കാം, ഒരുപക്ഷെ ഇഷ്ടപ്പെടാതിരിക്കാം. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ സത്യത്തിന് കൂടെ കാലം അണിനിരക്കും. കലാ കൈരളി ഒരു കാലത്ത് ഞാൻ ഈ പറയുന്നതിന്റെ പ്രസക്തി മനസ്സിലാവും. ആവശ്യം വന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും എപ്പിസോഡിൽ വരേണ്ടി വരും എന്ന് ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.